ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ PSCയുടെ മുൻവർഷ ചോദ്യങ്ങളിലൂടെയാണ് പോകുന്നത്. ഏകദേശം 100ഓളം ചോദ്യങ്ങളാണ് ഇന്നത്തെ നമ്മളെ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. നോക്കാം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931 ആണ്. 1931. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏതാണ്? ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. 1917 ചമ്പാരൻ സത്യാഗ്രഹം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് റൗലത്ത് ആക്ട്, റൗലത്ത് നിയമം. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് ആരാണ്? ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് ഉദ്ധം സിംഗ് ആണ്. ഉദ്ധം സിംഗ്. ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിനായി വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? അത് ഡോക്ടർ BR അംബേദ്കർ ആണ്. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധമില്ലാത്തത് ആർക്ക്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധമില്ലാത്തത് ഡോക്ടർ S രാധാകൃഷ്ണനാണ്. ഡോക്ടർ S രാധാകൃഷ്ണൻ. പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം എത്രയാണ്? പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം 89.45 മീറ്റർ ആണ്. 89.45. യുണൈറ്റഡ് നേഷൻസ് UN മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 134 ആണ്. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹം ആണ് ബുധൻ. സൽത്താനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീന ഫലമായി രൂപപ്പെട്ട സംഗീത ശൈലി ഏതാണ്? ഹിന്ദുസ്ഥാനി സംഗീതമാണ്. ഹിന്ദുസ്ഥാനി സംഗീതം. സൽത്താനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീനത്തിന്റെ ഫലമായി രൂപപ്പെട്ട സംഗീത ശൈലിയാണ് ഹിന്ദുസ്ഥാനി സംഗീതം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ഈ വാക്കുകൾ ആരുടേതാണ്? ഇത് ഗാന്ധിജിയുടെ വാക്കുകളാണ്. ഗാന്ധിജി. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചിത്രം ഏതാണ്? മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറക്കിയ ചിത്രമാണ് 800. ലോക അധ്യാപക ദിനം എന്നാണ്. ലോക അധ്യാപക ദിനം ഒക്ടോബർ 5 ആണ്. ലോക അധ്യാപക ദിനമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഒക്ടോബർ 5. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഇന്ദ്രയാണ്. ഇന്ദ്ര. 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏത്? 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ബ്രസീലാണ്. പ്രസ്താവനകൾ വിലയിരുത്തി താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ സിര. ശ്വാസകോശ സിരയാണ് ശുദ്ധരക്തം വഹിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ സിര. B ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ളതാണ്. അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ ധമനി. C പ്രസ്താവനയും ശരിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ശ്വാസകോശ ധമനി. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളതിൽ Aയും Dയും തെറ്റാണ്, Bയും Cയും ആണ് ശരിയായിട്ടുള്ളത്. ശരിയായിട്ടുള്ള ഉത്തരം Bയും Cയും ശരി. ഓപ്ഷൻ D ആണ് നമ്മുടെ ആൻസർ. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ സിര. അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ ധമനി. ഓക്കെ ആണല്ലോ. താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത കാര്യം
ബന്ധമില്ലാത്ത കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ നോക്കാം. ആലുവ മണപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി. ശ്രീനാരായണ ഗുരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറത്താണ്. അപ്പൊ ഇതൊരു തെറ്റായിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. 1903 SNDP സ്ഥാപിച്ചു. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. സംഘടന കൊണ്ട് ശക്തരാകാൻ ആഹ്വാനം ചെയ്തു. അപ്പൊ ബാക്കി മൂന്നും തന്നിട്ടുള്ളത് ശരിയായിട്ടാണ്. 1903 SNDP സ്ഥാപിച്ചു. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. സംഘടന കൊണ്ട് ശക്തരാവാൻ ആഹ്വാനം ചെയ്തു. അരുവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ, അപ്പൊ നമ്മളോട് തെറ്റായിട്ടുള്ള കാര്യം ചോദിച്ചു. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഇത് കൺഫ്യൂഷൻ വരരുത്. അടുത്തത്, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആരാണ്? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. ക്യാപ്റ്റൻ ലക്ഷ്മി. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. വള്ളത്തോൾ നാരായണ മേനോൻ. സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകൻ ആരാണ്? സമപന്തി ഭോജനം നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൾ ഖാദർ മൗലവി. ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ്? ബ്രസീലിനാണ്. ബ്രസീൽ. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് VP മേനോനാണ്. ചേരുംപടി ചേർക്കുക. ഭിലായി, ബുക്കാറോ, റൂർക്കേല, ദുർഗാപൂർ എന്നീ ഇരുമ്പുരുക്ക് ശാലകളും സഹായം നൽകിയ രാജ്യങ്ങളുമാണ് തന്നിട്ടുള്ളത്. ഇതൊന്ന് മാച്ച് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഭിലായി ഇരുമ്പുരുക്ക് ശാല സഹായം നൽകിയ രാജ്യം ഏതാണ്? USSR ആണ്. സോവിയറ്റ് യൂണിയൻ. കറക്റ്റ് ആയിട്ടുള്ള മാച്ചിങ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാലയ്ക്ക് സഹായം നൽകിയ രാഷ്ട്രം സോവിയറ്റ് യൂണിയൻ തന്നെയാണ്. USSR തന്നെയാണ്. റൂർക്കേലയ്ക്ക് സഹായം നൽകിയ രാഷ്ട്രം ജർമ്മനിയാണ്. ദുർഗാപൂറിന് സഹായം നൽകിയത് ബ്രിട്ടനുമാണ്. ഓക്കെ ആണോ? അപ്പൊ ഇത് 4 നേരെ തന്നെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1, 2, 3, 4 കറക്റ്റ് ആയിട്ട് തന്നെയാണ് മാച്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഭിലായി ഇരുമ്പുരുക്കുശാല സോവിയറ്റ് യൂണിയൻ, ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിന്റെ ആസ്ഥാനം എവിടെയാണ്? 1979 രൂപീകരിച്ച സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം 1986 ആണ്. SCRTയിൽ അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. 1986 രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ്. ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. ലോക ഫുട്ബോൾ ദിനം എന്നാണ്. ലോക ഫുട്ബോൾ ദിനം മെയ് 25 ആണ്. മെയ് 25 ലോക ഫുട്ബോൾ ദിനം. 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ് പ്രതിഭ റായ് ആണ്. പ്രതിഭ റായ്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിലെ തെറ്റ് ഏതാണ്? ഇവയിൽ ശരിയായിട്ടുള്ളത് കണ്ടെത്തുക, തെറ്റ് മാർക്ക് ചെയ്യുക. ഓക്കെ. അക്ഷാംശം. ഇന്ത്യയുടെ അക്ഷാംശം ഏതാണ്? 8°4' വടക്ക് മുതൽ 37°6' വടക്ക് വരെയാണ്. അപ്പോൾ ഓപ്ഷൻ എ കറക്റ്റ് ആണ്. അക്ഷാംശം 8°4' വടക്ക് മുതൽ 37°6' വടക്ക് വരെ. അപ്പൊ രണ്ടാമത് തന്നിരിക്കുന്ന ഓപ്ഷൻ തെറ്റായിരിക്കുമല്ലോ. രേഖാംശം നോക്കാം. രേഖാംശം
68°7' കിഴക്ക് മുതൽ 97°25' കിഴക്ക് വരെയാണ് ഇന്ത്യയുടെ രേഖാംശം വരുന്നത്. ഇതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രേഖാംശം 68°7' കിഴക്ക് മുതൽ 97°25' കിഴക്ക് വരെയാണ്. അപ്പോൾ ഡി ഓപ്ഷൻ തെറ്റായിരിക്കുമല്ലോ. നമ്മളോട് തെറ്റ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബിയും ഡിയും ആണ് തെറ്റ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? സിയാച്ചിൻ ആണ്. സിയാച്ചിൻ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമിയാണ് സിയാച്ചിൻ. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളെ സംബന്ധിച്ച ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയിൽ തെറ്റായ വിവരം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ. ഉഷ്ണകാലത്ത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് രാജസ്ഥാനിലെ ബാമർ എന്ന സ്ഥലത്താണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഉഷ്ണകാലത്ത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് രാജസ്ഥാനിലെ ബാമർ എന്ന സ്ഥലത്താണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. ശൈത്യകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടിയ ശക്തമായ മഴയാണ് കാൽ ബൈശാഖി എന്ന് പറഞ്ഞിട്ടുണ്ട്. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. കാൽ ബൈശാഖി എന്താണ്? കാൽ ബൈശാഖി എന്ന് വെച്ചാൽ എന്താണ്? ഈ ഒരു വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? വൈശാഖ മാസത്തിൽ സംഭവിക്കുന്ന പ്രകൃതിക്ഷോഭം എന്നാണ് അർത്ഥം കേട്ടോ. ഓക്കെ, അപ്പൊ കാൽ ബൈശാഖി എന്ന് ബംഗാളിലും ആസാമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റുകളാണ് കാൽ ബൈശാഖി എന്ന് പറയുന്നത്. കാൽ ബൈശാഖി അല്ലെങ്കിൽ നോർവെസ്റ്ററുകൾ. കാൽ ബൈശാഖി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നോർവെസ്റ്ററുകൾ കേട്ടോ. ബംഗാളിലും ആസാമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റുകളാണ് കാൽ ബൈശാഖി. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ്. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. മറ്റ് 3 സ്റ്റേറ്റ്മെന്റ്സും കൂടി പഠിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചേക്കാം. കേരളത്തിന്റെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരിയേത്? കേരളത്തിന്റെ അക്ഷാംശം 8°18' വടക്കു മുതൽ 12°48' വടക്ക് വരെയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രേഖാംശം 74°52' കിഴക്ക് മുതൽ 77°22' കിഴക്ക് വരെ. അതും ശരിയായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ തരംതിരിക്കാം. അതും ശരിയാണ്. അപ്പോൾ 3 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ് എന്നതാണ് ഇവിടുത്തെ ആൻസർ. സൂചനകളിൽ നിന്ന് പ്രദേശം തിരിച്ചറിയുക. പശ്ചിമഘട്ടത്തിന്റെ പൂർവഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമ ഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാതയാണ്. ഏതാണത്? പശ്ചിമഘട്ടത്തിന്റെ പൂർവഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമ ഭാഗത്തുള്ള കേരളത്തെയും യോജിക്കുന്ന മലമ്പാത. ഏകദേശം 40 കിലോമീറ്റർ വീതിയുണ്ട്. ഇതിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ്. ഏതാണത്? പാലക്കാട് ചുരമാണ്. പാലക്കാട് ചുരം. കേരളത്തിലെ നദികളെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ ചിട്ടപ്പെടുത്തുക. ഇവിടെ തന്നിട്ടുണ്ട്, നോക്കിക്കേ. കല്ലടയാർ, ചാലിയാർ, പമ്പ, കടലുണ്ടി, ഭാരതപ്പുഴ. നമുക്കറിയാം ഏറ്റവും നീളം കൂടിയത് എന്തായാലും ഭാരതപ്പുഴയാണ്. പിന്നീട് എന്തായാലും പമ്പയെ വരുള്ളൂ അല്ലെ. അപ്പൊ ആദ്യത്തെ ഓപ്ഷനിലും 4ാമത്തെ ഓപ്ഷനിലും അതുപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ 2 ഓപ്ഷൻസ് എന്തായാലും തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. ചാലിയാർ പുഴയ്ക്ക് 169 കിലോമീറ്റർ നീളമുണ്ട്. ചാലിയാർ പുഴ 169 കിലോമീറ്റർ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് തന്നെയാണ്. അപ്പൊ എന്തായാലും 3ാമത് ചാലിയാറാണ് വരിക. ചാലിയാർ 3ാമത് വരുന്ന നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് ഉത്തരം കിട്ടി. ഓപ്ഷൻ ഡി ആണ്. ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, കടലുണ്ടി, കല്ലടയാർ എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള രീതി. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ഇരവികുളം, പാമ്പാടും ചോല, സൈലന്റ് വാലി, മതികെട്ടാൻ ചോല എന്നീ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇവയിൽ വേറിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ സി സൈലന്റ് വാലിയാണ് നമ്മുടെ ആൻസർ. സൈലന്റ് വാലി വരുന്നത് ഓപ്ഷൻ ഡിയിലാണ്. സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലും മറ്റു 3 ഇടുക്കി ജില്ലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്.
യു വിമൽകുമാർ 1992 ബാഴ്സലോണ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച ഇനം ഏതാണ്? യു വിമൽകുമാർ 1992 ബാഴ്സലോണ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച ഇനം ബാഡ്മിന്റൺ ആണ്. ബാഡ്മിന്റൺ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നതോ അംഗീകരിച്ചതോ ആയ തിരിച്ചറിയൽ കാർഡ്, വോട്ടർ പട്ടികയിൽ പേര്, കരമൊടുക്കിയ രസീത്, 18 വയസ്സ് പൂർത്തിയാക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന് മേൽപ്പറഞ്ഞവയിൽ ആവശ്യമായവ ഏതൊക്കെ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന് കരമൊടുക്കിയ രസീത് ആവശ്യമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നതോ അംഗീകരിച്ചതോ ആയ തിരിച്ചറിയൽ കാർഡ്, വോട്ടർ പട്ടികയിൽ പേര്, 18 വയസ്സ് പൂർത്തിയാക്കുക എന്നത് മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. 1, 2, 4 എന്നിവ ശരി. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികൾ തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കിക്കേ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു, ബ്രഹ്മപുത്ര, ഗംഗ, ബ്രഹ്മപുത്ര. ഇവ മൂന്നും തന്നെ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളല്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇവയൊന്നുമല്ല എന്നതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നത് കിലയാണ്. കില. അടുത്ത് നോക്കിക്കേ. മേൽപ്പറഞ്ഞവയിൽ കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ ശ്രേണി കണ്ടെത്തുക. ആന, വേഴാമ്പൽ, കണിക്കൊന്ന, തെങ്ങ് എന്നാണ് തന്നിട്ടുള്ളത്. കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ ശ്രേണി ആന, വേഴാമ്പൽ, കണിക്കൊന്ന, തെങ്ങ് എന്ന ഈ ഒരു ഓപ്ഷനാണ്. ഒന്നാമത്തെ ഓപ്ഷനാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. താഴെ പറയുന്നവയിൽ കേരളത്തിന്റെ ശരിയായ അതിരുകൾ ഏത്? കേരളത്തിന്റെ ശരിയായ അതിര് അറബിക്കടലുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. പശ്ചിമഘട്ടം കേരളത്തിലൂടെ പോകുന്നു. ഓക്കെ. പൂർവ്വഘട്ടം എന്തായാലും വരില്ല. അപ്പോൾ ഓപ്ഷൻ 1 തെറ്റി. കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര വരില്ല. അപ്പോൾ ഓപ്ഷൻ രണ്ടാമത്തേതും തെറ്റി. ഇന്ത്യൻ മഹാസമുദ്രം വരില്ല. തമിഴ്നാടിന്റെ ഒരു ഭാഗം വരുന്നുണ്ട് താഴെ ഭാഗത്തായിട്ട്. കർണാടക തമിഴ്നാട് കറക്റ്റ് ആണ്. അറബിക്കടൽ നാലാമത്തെ ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. കർണാടക, തമിഴ്നാട്, അറബിക്കടൽ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. കർണാടക, തമിഴ്നാട്, അറബിക്കടൽ. ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ പ്രസിഡന്റ് ആണ്. മുനിസിപ്പാലിറ്റി അധ്യക്ഷൻ ആരാണ്? ചെയർമാൻ ആണ്. മുനിസിപ്പാലിറ്റി അധ്യക്ഷൻ ചെയർമാൻ. കേരളത്തിന്റെ ഭൂമിശാസ്ത്ര വിഭാഗമായ ഇടനാട് സ്ഥിതി ചെയ്യുന്നത് മലനാടിനും തീരപ്രദേശത്തിനും മധ്യേയാണ് ഇടനാട്. മലനാടിനും തീരപ്രദേശത്തിനും മധ്യേ. സുന്ദരവനം ഡെൽറ്റയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻസ് നോക്കാം. മഹാനദി കടലിൽ ചേരുന്ന ഭാഗത്ത് രൂപം കൊണ്ടത്. അല്ല, മഹാനദിയുമായി ബന്ധപ്പെട്ടല്ല. സുന്ദരവനം ബ്രഹ്മപുത്ര നദിയുമായി ബന്ധപ്പെട്ടാണ്. കാവേരി നദിയുടെ ഉദ്ഭവസ്ഥാനത്ത് രൂപം കൊണ്ടത്. അതും തെറ്റായിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഭാഗത്ത് രൂപം കൊണ്ടത്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. സിന്ധു നദി കടലിൽ ചേരുന്ന ഭാഗത്ത്. ഇത് വേറെ തന്നെ ലൊക്കേഷനിലാണ് സിന്ധു നദി ഉള്ളത്. സുന്ദരവനം ഡെൽറ്റ നേരെ ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പൊ എന്തായാലും ഇതും തെറ്റാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഭാഗത്ത് രൂപം കൊണ്ടത് എന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സുന്ദരവനം ഡെൽറ്റ ഗംഗയും ബ്രഹ്മപുത്രയും ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഭാഗത്ത് രൂപം കൊള്ളുന്ന ഡെൽറ്റയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിലാണ് കൃഷ്ണ നദി ഉൾപ്പെടുന്നത്? കൃഷ്ണ നദി ഉൾപ്പെടുന്നത് ഡെക്കാൻ നദികളിലാണ്. ഡെക്കാൻ നദികൾ. ലൈഫ് മിഷൻ, പുനർഗേഹം, സുരക്ഷാ ഭവന പദ്ധതി, ലക്ഷം വീട് പദ്ധതി. കേരളത്തിലെ ചില ഭവന പദ്ധതികളാണിവ. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഭവന പദ്ധതി ഇവയിൽ ഏതാണ്? മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഭവന പദ്ധതിയാണ് പുനർഗേഹം പദ്ധതി. പുനർഗേഹം പദ്ധതി ഓപ്ഷൻ എയിലാണ് വരുന്നത്. കേരളത്തിലെ ചില ജലവൈദ്യുത പദ്ധതികളാണ് തന്നിട്ടുള്ളത്. കല്ലട, പേപ്പാറ, മലമ്പുഴ, പള്ളിവാസൽ. ഇവയിൽ ഒരെണ്ണം മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്നു. ഏതാണിത്? പള്ളിവാസലാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പള്ളിവാസലാണ്. സമത്വ സമാജം ആരംഭിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ഏറ്റവും ചെറിയ മഹാസമുദ്രം ആർട്ടിക് സമുദ്രമാണ്.
ആദ്യമായി സൈന്യത്തിൽ ശമ്പളം നിശ്ചയിച്ചു നൽകാൻ തുടങ്ങിയ ഭരണാധികാരി ആരാണ്? ആദ്യമായി സൈന്യത്തിൽ ശമ്പളം നിശ്ചയിച്ചു നൽകാൻ തുടങ്ങിയ ഭരണാധികാരി അലാവുദ്ദീൻ ഖിൽജിയാണ്. അലാവുദ്ദീൻ ഖിൽജി. ദേശീയ സാങ്കേതിക ദിനം എന്നാണ്? ദേശീയ സാങ്കേതിക ദിനം മെയ് 11 മെയ് 11. ഇറാഖ് അധിനിവേശത്തിൽ തകർക്കപ്പെട്ടത് ഏത് സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങളാണ്? ഇറാഖ് അധിനിവേശത്തിൽ തകർക്കപ്പെട്ടത് ഏത് സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങളാണ്? മെസപ്പട്ടോമിയൻ. ഡോക്ടർ വർഗീസ് കുര്യൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡോക്ടർ വർഗീസ് കുര്യൻ ധവള വിപ്ലവമാണ്. ധവള വിപ്ലവം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോലയാണ്. പാമ്പാടും ചോല. ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര. ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്ര. ഗ്ലോബൽ വാച്ച് എന്നത് എന്താണ്? ഗ്ലോബൽ വാച്ച് എന്നത് ഒരു മനുഷ്യാവകാശ സംഘടനയാണ്. കെനിയയുടെ തലസ്ഥാനം നെയ്റോബിയാണ്. നെയ്റോബി. ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശ്രമിച്ച ഒരു അഗ്നിയായിരുന്നു ലോകമഹായുദ്ധം എന്ന് പറഞ്ഞത് ആരാണ്? അത് H.G. വെൽസ് ആണ്. H.G. വെൽസ്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ഗവർണർ ജനറൽ സി രാജഗോപാലാചാര്യാണ്. സി രാജഗോപാലാചാരി. നേതാജി സുഭാഷ് ചന്ദ്ര ബോസിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷൻ ഏതാണ്? മുഖർജി കമ്മീഷനാണ്. മുഖർജി കമ്മീഷൻ നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുണ്ടായിരുന്നു. മുഖർജി കമ്മീഷൻ 10th പ്രിലിംസിന്റെ ഒരു ഫേസിലെ എക്സാമില്. അപ്പൊ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സഹായിക്കും കേട്ടോ. നിർവാചൻ സദൻ ഏതിന്റെ ആസ്ഥാനമാണ്? നിർവാചൻ സദൻ ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനമാണ്. ഇന്ത്യയിൽ പെട്രോളിയം ഖനനം ആദ്യമായി ആരംഭിച്ച സംസ്ഥാനം? ഇന്ത്യയിൽ പെട്രോളിയം ഖനനം ആദ്യമായി ആരംഭിച്ച സംസ്ഥാനം ആസാമാണ്. ആസാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് എന്ന്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് 1993 1993. ഏഷ്യയെ ആഫ്രിക്കയിൽ നിന്നും വേർതിരിക്കുന്ന ജലപാത ഏതാണ്? ഏഷ്യയെ ആഫ്രിക്കയിൽ നിന്നും വേർതിരിക്കുന്ന ജലപാതയാണ് സൂയസ് കനാൽ. സൂയസ് കനാൽ. ലോകസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ലോകസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി. ആരുടെ അനുയായിയായിരുന്നു മീരാബെൻ? മീരാബെൻ എന്ന പേര് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ആരുടെ അനുയായിയായിരുന്നു മീരാബെൻ? മഹാത്മാഗാന്ധിയുടേതായിരുന്നു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. ലോക കാലാവസ്ഥാ ദിനം എന്നാണ്? ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAGയുടെ ഔദ്യോഗിക കാലാവധി 6 വർഷമാണ്. പാർലമെന്റിലെ അംഗമല്ലാത്ത ഒരാൾ മന്ത്രിസഭയിൽ അംഗമായാൽ അയാൾ എത്ര കാലത്തിനുള്ളിൽ പാർലമെന്റ് അംഗമായിരിക്കണം? പാർലമെന്റിലെ അംഗമല്ലാത്ത ഒരാൾ മന്ത്രിസഭയിൽ അംഗമായാൽ അയാൾ എത്ര കാലത്തിനുള്ളിൽ പാർലമെന്റിൽ അംഗമായിരിക്കണം? 6 മാസത്തിനുള്ളിൽ അംഗമായിരിക്കണം. 6 മാസം. ധനബില്ലുകൾ അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. ലോകസഭയിൽ. തവിട്ടു വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തവിട്ടു വിപ്ലവം എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? തുകൽ നിർമ്മാണമാണ്. തുകൽ നിർമ്മാണം. ഏഷ്യൻ വികസന ബാങ്ക് ADBയുടെ ആസ്ഥാനം എവിടെയാണ്? ഏഷ്യൻ വികസന ബാങ്കിന്റെ ആസ്ഥാനം മനിലയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ഏപ്രിൽ 1 മുതലാണ്. ഏപ്രിൽ 1 മുതൽ. പ്രഭാത കിരണങ്ങൾ ഏൽക്കുന്ന മലകളുടെ നാട് എന്ന് വിശേഷണമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. കൊങ്കൺ റെയിൽപാതയുടെ ദൈർഘ്യം എത്രയാണ്? കൊങ്കൺ റെയിൽപാതയുടെ ദൈർഘ്യം 760 കിലോമീറ്റർ ആണ്. 760 കിലോമീറ്റർ. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആണവ വൈദ്യുത ഉൽപാദന കേന്ദ്രം ട്രോംബയിൽ സ്ഥാപിതമായ വർഷം? ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആണവ വൈദ്യുത ഉൽപാദന കേന്ദ്രം ട്രോംബയിൽ സ്ഥാപിതമായ വർഷം 1956 ആണ്. 1956.
ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1959 ദുർഗാപൂരിൽ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് എന്ന ഇരുമ്പുരുക്ക് വ്യവസായം ആരംഭിച്ചത്? ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ്? ഇംഗ്ലണ്ടിന്റെ സഹായത്തോടെയാണ് ദുർഗാപൂരിൽ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഇരുമ്പുരുക്ക് വ്യവസായം ആരംഭിച്ചത്. 1959 ഇംഗ്ലണ്ടിന്റെ സഹായത്തോടെയാണ്. 1757 പ്ലാസിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യവുമായി ഏറ്റുമുട്ടിയത് ആരാണ്? 1757 പ്ലാസി യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? സിറാജ് ഉദ്ദൗളയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലായിരുന്നു. 1857 സ്വാതന്ത്ര്യ സമര കാലത്ത് പോരാടിയ റാണി ലക്ഷ്മിബായി ഏത് പ്രദേശത്തെ ഭരണാധികാരിയായിരുന്നു? 1857 സ്വാതന്ത്ര്യ സമര കാലത്ത് പോരാടിയ റാണി ലക്ഷ്മിബായി ഝാൻസിയിലെ ഭരണാധികാരിയായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ആരാണ്? ചുവടെ തന്നിട്ടുള്ളവരിൽ മിതവാദി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ബാലഗംഗാധര തിലകനാണ്. ബംഗാൾ വിഭജനത്തിനെതിരായുള്ള പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി രൂപം കൊണ്ട പ്രസ്ഥാനം ഏതാണ്? സ്വദേശി പ്രസ്ഥാനമാണ്. സ്വദേശി പ്രസ്ഥാനം ബംഗാൾ വിഭജനത്തിനെതിരായുള്ള പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി രൂപം കൊണ്ട പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഖാൻ അബ്ദുൾ ഖാഫർ ഖാന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സംഘടന ഏതാണ്? ഖാൻ അബ്ദുൾ ഖാഫർ ഖാന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സംഘടനയാണ് ചുവന്ന കുപ്പായക്കാർ. 1930 മാർച്ച് 12 ഗാന്ധിജി ഏത് ആശ്രമത്തിൽ നിന്നാണ് ഉപ്പു നിയമം ലംഘിക്കാൻ ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര ആരംഭിച്ചത്? 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്നാണ്. സബർമതി ആശ്രമം. 1925 ഓഗസ്റ്റിലെ കാക്കോരി ഗൂഢാലോചന കേസിന് നേതൃത്വം കൊടുത്ത വിപ്ലവകാരി ആരാണ്? 1925 കാക്കോരി ഗൂഢാലോചന കേസിന് നേതൃത്വം കൊടുത്തത് റാം പ്രകാശ് ബിസ്മിൽ ആണ്. റാം പ്രകാശ് ബിസ്മിൽ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപീകരിച്ച സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളി ആരായിരുന്നു? നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപീകരിച്ച സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളിയാണ് VP മേനോൻ. VP മേനോൻ. ഏത് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടിയാണ് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആശയം പോറ്റി ശ്രീരാമലു നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചത്? ഏത് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടിയാണ് ആന്ധ്ര സംസ്ഥാനം? തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടിയാണ്. തെലുങ്ക്. ഏത് വർഷമാണ് ഇന്ദിരാഗാന്ധി സർക്കാർ ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഇന്ദിരാഗാന്ധി സർക്കാർ ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1975 1975. 1976 എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? 42ാം ഭേദഗതിയിലൂടെയാണ്. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. പ്രശസ്തമായ മാമാങ്കം നടന്നിരുന്നത് ഏത് പുഴയുടെ തീരത്ത് വെച്ചായിരുന്നു? ഭാരതപ്പുഴ. ഭാരതപ്പുഴ. പദവിയിലിരിക്കെ മരണമടഞ്ഞ കേരളത്തിലെ ആദ്യ ഗവർണർ ആരാണ്? പദവിയിലിരിക്കെ മരണമടഞ്ഞ കേരളത്തിലെ ആദ്യ ഗവർണർ സിക്കന്ദർ ഭക്ത് ആണ്. സിക്കന്ദർ ഭക്ത്. സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം നെടുമ്പാശ്ശേരി വിമാനത്താവളമാണ്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല? കേരളത്തിന്റെ നെല്ലറ പാലക്കാടാണ്. തമ്പി വേലായുധൻ ചെമ്പകരാമൻ എന്ന യഥാർത്ഥ നാമം ആരുടേതാണ്? തമ്പി വേലായുധൻ ചെമ്പകരാമൻ എന്ന യഥാർത്ഥ നാമം വേലുത്തമ്പി ദളവയുടേതാണ്. 1921 ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ മാപ്പിളമാർ നടത്തിയ സമരത്തിന്റെ പേര്? 1921 ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിലെ മാപ്പിളമാർ നടത്തിയ സമരമാണ് മലബാർ കലാപം. സംഘടിച്ച് ശക്തരാവാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും ഉപദേശിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. മാറുമറയ്ക്കുന്നതിനുള്ള അവകാശത്തിനായി 1859 കേരളത്തിൽ നടന്ന സമരം ഏതാണ്? മാറുമറയ്ക്കുന്നതിനുള്ള അവകാശത്തിനായി 1859 കേരളത്തിൽ നടന്ന സമരമാണ് ചാന്നാർ കലാപം അല്ലെങ്കിൽ ചാന്നാർ ലഹള.
ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.